നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 8 നാൾ മാത്രം. LDF-ന്റെയും UDF-ന്റെയും രണ്ടാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾക്ക് തുടക്കമായി. ജമാഅത്തെ ഇസ്ലാമി മതവാദമുയർത്തുന്നവരാണെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു. എന്നാൽ LDF-നെ പിന്തുണച്ച PDP മതനിരപേക്ഷത ഉയർത്തുന്നവരാണെന്നും എം സ്വരാജ് പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിൽ LDF അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം കുറ്റപ്പെടുത്തി. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന അവസ്ഥയിലാണ് LDF എന്നും PMA സലാം പരിഹസിച്ചു. ഇതിന്റെ തുടക്കത്തിൽ തന്നെ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും, ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവുമായിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല. വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുന്ന കാലത്ത് ഇടതുപക്ഷ മുന്നണിയോടൊപ്പമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടറിമാരായിരുന്ന സഖാവ് പിണറായി വിജയനും സഖാവ് കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നിരന്തരം ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു, അവരുമായി വേദി പങ്കിട്ടിരുന്നു. നയപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ എന്തിനു എതിർക്കണം? അത് സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്. ആ വോട്ട് LDF-നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇടതുപക്ഷം അവരെ തോളിലേറ്റി നടക്കുമായിരുന്നു. കിട്ടാത്തത് കൊണ്ടാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പണ്ടൊരു കുറുക്കം പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം നിലമ്പൂരിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി. ഹാഷ്മി, ഓരോ ദിവസവും ഓരോ വിവാദം എന്ന തരത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജമാഅത്തെ ഇസ്ലാമി PDP പിന്തുണ, അതിൽ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉറപ്പായും അനുജ, ഇനിയിപ്പോൾ ഇന്നേക്ക് 8ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലാണ്. സ്വാഭാവികമായും അതിന്റെ ലാസ്റ്റ് ലാപ്പാണ്, ഫൈനൽ ഫേസ് ആണ്. അപ്പോ ഈ പ്രചരണം അതിന്റെ ടോപ്പ് ഗിയറിലേക്ക്, ടോപ്പ് സ്പീഡിലേക്ക് പോകുന്ന ഒരു തർക്കം വേണ്ട. ഇനി ഓരോ ദിവസമെന്നല്ല, ഒരുപക്ഷെ ഓരോ പകുതി ദിവസവും ഓരോ വിഷയം, ഓരോ രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്ക് നിറയാൻ പോകുന്ന നിലമ്പൂരിൽ അതിന്റെ സൂചന തന്നെയാണ് നമ്മൾ ജമാഅത്ത് ഇസ്ലാമിൽ കാണുന്നത്. അനുജ, നമുക്ക് ഓർമ്മയുണ്ട്, PV അൻവറിൽ തുടങ്ങിയതാണ്. PV അൻവറിൽ തുടങ്ങി ക്ഷേമ പെൻഷൻ രാഷ്ട്രീയത്തിലൂടെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിൽ മലപ്പുറത്തെ അധിക്ഷേപിച്ചത് ആര്, പഴയ PR വിവാദമൊക്കെ വീണ്ടും ചർച്ചയാക്കി. അതിലേക്ക് വന്നപ്പോഴേക്കാണ് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാവുന്നു. അത് ഈ പന്നിക്കണിയിൽ വീണൊരു പരമസാധു, ഒരു സാധു വിദ്യാർത്ഥി ദാരുണമാമിതം മരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, എന്തുണ്ട്? സുഖമാണ്. എന്താ പ്രതീക്ഷ? ഓട്ടമാണ്. ഞാൻ ഇവിടെ ഇന്ന് പര്യടനം തുടങ്ങിയ വഴിക്കടവ് പഞ്ചായത്തിലാണ്. പോകുന്ന വഴിക്ക് 2 സ്ഥാപനങ്ങളിലൊന്ന് കയറി അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും എന്തോ റൂട്ട് ചെയ്യുന്നു പറഞ്ഞോ? എല്ലാവരും റൂട്ട് ചെയ്യുന്നു പറഞ്ഞോ? തീർച്ചയായിട്ടും അവരൊക്കെ സഹകരിക്കും. അവർക്കറിയാം ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയായിരുന്നു, ഞാനൊരു മുനിസിപ്പൽ ചെയർമാൻ എങ്ങനെയായിരുന്നു. ഇവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ആളുകളാണ്. ഇവരിപ്പോ നിലമ്പൂരിൽ എന്ത് പരിപാടിയാണെങ്കിലും അകമഴിഞ്ഞ് സഹായിച്ച ആളുകളാണ് ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ കാലത്തും. അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ളത്, ഒരുമിച്ച് ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, സമയം കളയുന്നില്ല. അപ്പൊ എല്ലാ ആശംസകളും ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂരിന് സ്വന്തം മാവൂട്ടിക്കാം. ഓക്കെ. അപ്പം UDF സ്ഥാനാർത്ഥി നമ്മൾ വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ പറയുന്ന ഓരോ മിനിറ്റെന്നോണം അതിപ്രധാനമായ സമയത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഓട്ടപ്പാച്ചിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ദിവസം കഴിയുന്നതോറും ഓരോരുത്തരെ എന്തുണ്ട് പറയാറായോ? ആര് ജയിക്കുന്ന പറയാറായോ? ആരാ ജയിച്ചാലും പറയാൻ പറ്റൂല, പറയാൻ പറ്റത്തില്ല. ഇനി 8 ദിവസമേ ഉള്ളൂ, 7 ദിവസം. ഓക്കെ, കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? അല്ല, ഞാൻ കുടിക്കാൻ പോകണുള്ളൂ. ആൾക്കാരൊക്കെ കയറ്റിന്റെ ശേഷം പോകും. അപ്പോ ഈ ഒടുവിൽ പറഞ്ഞാണ്, കട്ടക്കയാണ് മത്സരം, കട്ടക്കയാണ്. ഇപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയി നിൽക്കുന്നു. ഇന്നലെ 20 മന്ത്രിമാർ ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്നു. മുഖ്യമന്ത്രി 3 ദിവസം എം സ്വരാജിന് വേണ്ടി ഇവിടെ തമ്പടിച്ച് പ്രചരണം നടത്താൻ പോകുന്നു. യൂസഫ് പട്ടാനെ പോലെ TMC നേതാക്കൾ അല്ലെങ്കിൽ നാഷണൽ ഫിഗറുകൾ, ഒരുപക്ഷെ മൊഹമ്മദ് പോലും ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഒരു കാര്യം ഉറപ്പാണ് അനുജ, വരാൻ പോകുന്ന പരസ്യ പ്രചരണത്തിന്റെ കഷ്ടിച്ച് 6 ദിവസം അത് നിലമ്പൂരിൽ ഒരു തീവാറും പോരാട്ടമാണ്. പക്ഷെ ഒരൊറ്റ കാര്യം, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വിവാദമടക്കം വോട്ടർമാരെ നേർക്കുനേർ സ്വാധീനിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. അത് ഏറ്റവും ഒടുവിലായി ചർച്ചയാകുന്നത് വെൽഫെയർ പാർട്ടി PDP പിന്തുണ എന്നുള്ളതാണ്. അതിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നുകൊണ്ടിരിക്കുന്നത്. മുന്നണി സ്ഥാനാർത്ഥികളുടെയും ഒപ്പം നേതാക്കളുടെയൊക്കെ 2ാം ഘട്ട പഞ്ചായത്ത് പര്യടനത്തിനാണ് ഇന്ന് തുടക്കമായത്. ഹാഷ്മിയാണ് വിവരങ്ങൾ നൽകിയത് നിലമ്പൂരിൽ നിന്ന്.